അടിക്കണം. ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഓൺലൈനായി മുഖ്യമന്ത്രി എല്ലാ സ്ഥലത്തും പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു ക്രമീകരണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർ, നമ്മളെ തിരുവല്ല MLA ബഹുമാനപ്പെട്ട ശ്രീ മാത്യു തോമസ് അവറുകൾ, മറ്റു വേദിയിലെ സദസ്സിലോടും തീരവും നദിയെടുത്ത് ഗതി മാറി ഒഴുകുകയാണുണ്ടായത്. അപ്സ്ട്രീം ഭാഗത്ത് 2012 പ്രളയത്തേക്കാൾ ഏതാണ്ട് 1 മീറ്ററോളം ജലനിരപ്പ് ഉയർന്നിരുന്നു. ഇതുമൂലം നിലവിലുണ്ടായിരുന്ന പാലം അപകടാവസ്ഥയിലാകുകയാണ് ഉണ്ടായത്. നിലവിലുള്ള പാലം പൂർണ്ണമായി പൊളിച്ച് ഇവിടെ 30 മീറ്ററോളം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കർത്തവ്യം. അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പാലം തുറന്നു നൽകുന്നത് ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. വികസന പ്രവർത്തനങ്ങളാണ് ചുറ്റുകൂടുന്നതാണ്. അടുത്ത ദിവസം പടിഞ്ഞാറ് ഉപദേശിക്കടവ് എന്നൊരു പാലം ഉദ്ഘാടനം ചെയ്യുകയാണ്. 29 കോടി രൂപയുടെ പാലം. പനിമല പള്ളി പോകാൻ ഇപ്പോഴത്തെ നിലയ്ക്ക് മാന്നാറ് എഴണം ആലപ്പുഴ ജില്ലയിൽ കയറിയിട്ട് കാൽമധൈര്യം നൽകി പിന്നോട്ട്. വകുപ്പ് മന്ത്രി പ്രിയങ്കരനായ മുഹമ്മദ് റിയാസ് അവറുകൾ, നമ്മുടെ കോമളം പാലം ബഹുമാനപ്പെട്ട ശ്രീ PA മുഹമ്മദ് റിയാസ്, ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, മാത്യു തോമസ് MLA, ഇവിടെ സദസ്സിലും വേദിയിലും ഒക്കെ ആയിരിക്കുന്ന ഇവർക്കും നമസ്കാരം. നമ്മളെ സംബന്ധിച്ച് കോമളം പാലം തകർന്ന ദിവസം മറക്കാനാവില്ല. ടൂറിസം വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ യാഥാർത്ഥ്യമാക്കിയ നവകേരളത്തിന്റെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ശ്രീ പിണറായി വിജയൻ അവർക്ക് ഈ വേദിയിലേക്ക് കൃത്യമായ സ്വാഗതം.